പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 4-ാം തീയതി ബുധനാഴ്ച. ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സൗഖ്യത്തോടും അതിലുപരിയായി ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 106-ാം സങ്കീർത്തനം 2-ാം വാക്യം. സാംസ് 106 വേഴ്സ് 2 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, അവന്റെ സ്തുതിയെ ഒക്കെയും ആർ വിവരിക്കും. സങ്കീർത്തന പുസ്തകങ്ങളെ 5ആയി തരം തിരിച്ചിരിക്കുന്നതിൽ 4-ാമത്തെ പുസ്തകം അവസാനിക്കുന്നത് 106-ാം സങ്കീർത്തനത്തോടു കൂടിയാണ്. 106-ാം സങ്കീർത്തനത്തിന് 48 വാക്യങ്ങളുള്ള അല്പം ദൈർഘ്യമുള്ള സങ്കീർത്തനം തന്നെയാണ്. ഇന്ന് നാം വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ട 106-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ 2 ചോദ്യങ്ങളാണ് നാം കേട്ടത്. ഒന്നാമത്തേത്, ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, അവന്റെ സ്തുതിയെയൊക്കെയും ആര് വർണ്ണിക്കും, ദൈവത്തെ സ്തുതിക്കും. ഇങ്ങനെയുള്ള 2 ചോദ്യങ്ങളാണ്. ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ എന്താണ് എന്ന് 3 മുതലുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതികൂലത്തിലും പ്രതിരോധത്തിലും അതിലുമുപരിയായി ഏകദേശം 430 വർഷത്തെ അടിമത്വത്തിലും ആയിരുന്ന ഇസ്രയേൽ ജനതയെ ദൈവം മോശ മുഖാന്തരം മിസ്രൈമ്യ ഫറവോന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ആ വലിയ വിടുതൽ, ദൈവിക പദ്ധതി, അവർക്ക് വേണ്ടി ദൈവം സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ ഇടപെട്ടത്, പ്രവർത്തിച്ചത്, വീര്യപ്രവൃത്തി ചെയ്തെടുത്തത് വളരെ വ്യക്തമായി ഈ സങ്കീർത്തനത്തിൽ ഹ്രസ്വമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ബുധനാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാവേ, പ്രിയ വിശ്വാസി കുടുംബമേ, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന വീര്യപ്രവൃത്തികൾ. പലപ്പോഴും ഇന്ന് ക്രൈസ്തവ ലോകം ഒരു വലിയ തെറ്റിദ്ധാരണയുടെ വക്കിലാണ്. വീര്യപ്രവൃത്തികളെന്നും അത്ഭുതങ്ങൾ എന്നും പറഞ്ഞ് മനുഷ്യനെ ഇന്ന് ഒരു മായിക ആത്മീക പ്രപഞ്ചത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അതൊക്കെ വിട്ടിട്ട് ദൈവസന്നിധിയിൽ അല്പം ശാന്തമായി സ്വസ്ഥമായി ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ധ്യാനിച്ചാട്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ 4-ാം തീയതി ബുധനാഴ്ച രാവിലെ നാം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ഇരിക്കുന്നത് തന്നെ അത്ഭുത പ്രവൃത്തിയാണ്. നാം കണ്ടു, കഴിഞ്ഞ ദിവസം യാത്ര തിരിച്ച 18 മുതലുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾ തങ്ങളുടെ പ്രൊഫഷണൽ സ്റ്റഡീസ് ആരംഭിച്ചതേ ഉള്ളൂ. വളരെ പെട്ടെന്നുള്ള അപകടത്താൽ ഈ ലോകത്ത് ഇന്ന് മാറ്റപ്പെട്ടു. ഇതൊക്കെ നമ്മൾ അറിയുന്ന വാർത്തകൾ മാത്രം. അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരോ അല്ല ആ കുടുംബങ്ങളെക്കാളോ ഒട്ടും ഒരു യോഗ്യതയും ഒരു പ്രത്യേകതയും
ഒരു വിശേഷതയും ഇല്ലാത്തവരാണ് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണ്, കരുണയാണ് ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ വീര്യപ്രവൃത്തിയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വീര്യപ്രവൃത്തിക്കു വേണ്ടി ഇന്നത്തെ ക്രൈസ്തവ ലോകം കേഴുന്ന വലിയ കരച്ചിലൊന്നും നമുക്ക് വേണ്ട. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആ വലിയ വീര്യപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ നിർത്തിയിരിക്കുന്നത്, നമ്മെ പരിപാലിക്കുന്നത്, അനേകർ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ വിരൽ ചൂണ്ടി അനേക പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, ആ കുടുംബം, ആ വ്യക്തി, ആ കുടുംബത്തിലെ ഇന്ന വ്യക്തികൾ ഇനിയും ഉയരുകയില്ല, വളരുകയില്ല. ഈ പ്രശ്നത്തോടുകൂടി, ഈ രോഗത്തോടുകൂടി, ഈ സാഹചര്യത്തോടുകൂടി പട്ടുപോയി. അങ്ങനെ പറഞ്ഞ സ്ഥാനത്ത് ഇന്നത്തെ വാഗ്ദത്ത വചനം വെച്ച് ഇങ്ങനെ പറയുവാൻ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നു. സ്വർഗത്തിലെ വലിയ വീര്യപ്രവൃത്തി എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ, കുടുംബാംഗങ്ങളിൽ ദൈവം ചെയ്തെടുത്തതിനാൽ ഞാനും നിങ്ങളും ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രതികൂലങ്ങൾ ഏറിയ ജീവിതയാത്രയിൽ സ്വർഗത്തിലെ ദൈവം അനുകൂലകനായി നിന്നതാണ് ഇന്ന് നാം ആയിരിക്കുവാൻ കാരണം. അതിന് 106 സങ്കീർത്തനം 2 വാക്യത്തിന്റെ 2 ചോദ്യം, ദൈവത്തിന്റെ പ്രവൃത്തികളെ ആർ വർണ്ണിക്കും? നമുക്ക് വർണ്ണിക്കാം, സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. പിറുപിറുത്തുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ഇരിക്കുന്നത് മതിയാക്കുക. അതിനോട് വിട പറയുക. തിരിഞ്ഞു നോക്കുമ്പോൾ അനുഭവിച്ച നന്മകൾ, ഇന്നും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒട്ടും നമുക്ക് ചേർന്നതായിരുന്നില്ല, തമ്പുരാന്റെ കൃപയാൽ നമുക്ക് നൽകിയതാ. അതിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. അങ്ങനെ യഹോവയുടെ വീര്യപ്രവൃത്തികൾ നമുക്ക് വർണ്ണിക്കാം. ഒപ്പം ഈ പ്രഭാതത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞ് ഇന്നത്തെ ചിന്തയ്ക്ക് വിരാമം കുറിക്കട്ടെ. ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ചില വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുകയാണ്. അത് നമ്മുടെ വ്യക്തിപരമാകാം, കുടുംബപരമാകാം, ഒഫീഷ്യലാകാം, ആത്മീയമാകാം, സാമ്പത്തികം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ആരോഗ്യപരമായ ചില വിഷയങ്ങൾ, എന്തുമാകാം. ആ വിഷയങ്ങളെ നോക്കി ഇന്നത്തെ വാഗ്ദത്ത വചനം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഇങ്ങനെ വിളിച്ചു പറയണം, അതെ, ഞാനിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് അല്പം കൈപ്പേറിയ അനുഭവമാണ്, പ്രയാസമുള്ള ജീവിതത്തിന്റെ വളരെ ദുർഘട ഘട്ടങ്ങൾ കൂടെയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ദൈവനാമത്തിൽ ഏറ്റുപറയുന്നു, എന്റെ ഈ ഏറ്റവും കഷ്ടതയും രോഗവും ദുഃഖവും പ്രതികൂലമേറിയ ഈ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം വീര്യം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. ഞാനത് വിശ്വസിക്കുന്നു, വിശ്വാസ കണ്ണാലെ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ വിഷയം എത്ര കഠിനമേറിയതായിക്കൊള്ളട്ടെ, എത്ര സങ്കീർണമായിക്കൊള്ളട്ടെ, നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ, ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടോ, കുടുംബത്തിന്റെ സമാധാനം കളയുന്നുണ്ടോ, എന്താണ് നിങ്ങൾ കടന്നു പോകുന്ന ഇന്നിന്റെ അവസ്ഥ? എന്തുമായിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ, ആ വിഷയങ്ങളുടെ മേൽ വീര്യം പ്രവർത്തിക്കുവാൻ, അത്ഭുതം പ്രവർത്തിക്കുവാൻ, ആ വിഷയങ്ങളെല്ലാം സ്തോത്രത്തിന് കാരണമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നന്ദിയോടെ സ്തോത്രം. ആ വിശ്വാസത്തോടെ ഇന്നിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. ഇന്നിന്റെ നമ്മുടെ യാത്രകൾ, ആവശ്യങ്ങൾ സകലത്തിന്മേലും ദൈവം അത്ഭുതകരമായ വീര്യപ്രവൃത്തി ചെയ്യട്ടെ. അതെ, യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുന്നു.
ആ ഉയർന്നിരിക്കുന്ന വലങ്കരം നമുക്ക് വേണ്ടി ഇന്ന് നീട്ടട്ടെ, വിടുതൽ അയക്കട്ടെ. സ്വർഗീയ സ്പർശനം അനുഭവിച്ച് സൗഖ്യത്തോടും വിടുതലോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പല രാജ്യങ്ങളിൽ നിന്നായി പല മാനസിക, ശാരീരിക, കുടുംബ അവസ്ഥകളിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആരുടെയും ഇന്നിന്റെ അവസ്ഥ ഞാൻ അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചത് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. എന്നാൽ എന്നെയും നിങ്ങളെയും നമ്മുടെ രണ്ടു കൂട്ടരുടെയും സകല അവസ്ഥകളെയും വേദനകളെയും ഭാരങ്ങളെയും ഇന്നിന്റെ വിഷയങ്ങളെയും കൃത്യമായി അറിയാവുന്ന ദൈവം നമ്മുടെ വിഷയത്തിന്മേൽ ഇടപെടട്ടെ, വീര്യം പ്രവർത്തിക്കട്ടെ, അത്ഭുതം പ്രവർത്തിക്കട്ടെ, സ്തോത്രത്തിന് കാരണമാക്കി തീർക്കട്ടെ. അങ്ങനെ വിടുതലും അനുഗ്രഹവും പ്രാപിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം, തലകളെ വണക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും അത്ഭുതങ്ങളുടെ രാജാവാണെന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങളെ നടത്തിയതിനെ ഓർത്ത് നന്ദി കരേറ്റുവാനും വരും നാളുകളിൽ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾക്ക് വിടുതലാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അറിഞ്ഞ് ഞങ്ങൾ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുവാനും ഇന്ന് ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. ഇന്ന് ഈ ദൈവജനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ വേദനകൾ എന്റെ തമ്പുരാൻ ഏറ്റെടുത്ത് ഒരു വലിയ വീര്യപ്രവൃത്തി അവരുടെ ഭവനത്തിന്മേൽ, അവരുടെ പ്രാർത്ഥനയിന്മേൽ, അവരുടെ കണ്ണുനീരിന്മേൽ സ്വർഗം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധയിടങ്ങളിലായിരിക്കുന്ന, വിവിധ അവസ്ഥകളിലും സാഹചര്യങ്ങളുമായിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ഇന്നത്തെ ദിനം സൗഖ്യത്തോടും വിടുതലോടും അനുഗ്രഹത്തോടും ദൈവകൃപയോട് ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ വീര്യം പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമ്മുടെ എല്ലാ വിഷയത്തിന്മേലും അത്ഭുതം നടത്തട്ടെ, പ്രതികൂലങ്ങളെ അനുകൂലമാക്കട്ടെ. അങ്ങനെ സകല വേദന നിറഞ്ഞ അവസ്ഥകളും സ്തോത്രത്തിന് ഇടയാക്കി തീർക്കട്ടെ. അങ്ങനെ ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സ്തോത്രത്തിന്റെയും ദിനമായി വീര്യപ്രവർത്തികൾ നമ്മുടെ ഭവനത്തിൽ, ജീവിതത്തിൽ, കുഞ്ഞുങ്ങളിൽ, പ്രാർത്ഥനാ വിഷയങ്ങളിൽ നടക്കുന്ന ഒരു ധന്യദിനമായി തീരട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.